ഹലോ എവരി വൺ, ഇന്ന് ഞാൻ കൽച്ചട്ടിയിലാണ് കറി ഉണ്ടാക്കുന്നത്. എന്താണ് കറി എന്നല്ലേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മഷ്റൂം മസാലക്കറിയാണ്. അതിന് വേണ്ടിയിട്ട് കൽച്ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു. ഏതെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു തക്കാളി, ഉള്ളി, കുറച്ച് ഗരം മസാല, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് ഒന്ന് അരച്ചെടുക്കുക. ഒന്ന് അരച്ചിട്ട് ആ എണ്ണയിലേക്ക് ഒഴിക്കുകയാണ്. ഇത്തിരി വെള്ളം കൂടെ, മിക്സി കഴുകിയ വെള്ളം കൂടെ നമുക്ക് വേണമെങ്കിൽ ഒഴിക്കാം. എന്നിട്ട് അതിൻ്റെ പച്ച മണം മാറുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം, മൂപ്പിച്ചെടുക്കണം. അത് മൂത്തതിന് ശേഷം നമുക്കതിലേക്ക് മസാലകളും പിന്നെ എല്ലാം ആഡ് ചെയ്യാം. ഉപ്പ് ആഡ് ചെയ്തു. അത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കുക. ഗരം മസാല ഇപ്പോൾ അരയ്ക്കുമ്പോൾ ഞാൻ ഏലക്ക അരച്ചിട്ടില്ല. അത് ഏലക്ക അങ്ങനെ തന്നെ അതിലിട്ടിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ഗ്രേവിയിലേക്ക് നമുക്ക് 2 ഉരുളക്കിഴങ്ങ് ക്യൂബ്സാക്കി മുറിച്ചതും ഒരു ഉള്ളി ക്യൂബാക്കി മുറിച്ചതും ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് അടച്ച് വേവിക്കാം. കൽച്ചട്ടി, മൺചട്ടി ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ അംശം കുറച്ച് കൂട്ടി തന്നെ എടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വെള്ളം വേണമെങ്കിൽ നോക്കിയിട്ട് ആഡ് ചെയ്യാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1.5 ടീസ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒക്കെ ആഡ് ചെയ്ത് നന്നായി മിക്സാക്കി ലിഡ് അടച്ച് വേവിക്കാം. ലിഡ് അടച്ച് വേവിച്ചിട്ട് ഏകദേശം വേവാകുമ്പോൾ നമുക്ക് മഷ്റൂം ആഡ് ചെയ്യാം. അതിന് മുന്നേ നമ്മൾ വെള്ളം വേണമെങ്കിൽ നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഈ ഒരു വെള്ളത്തിൽ നമുക്ക് ലിഡ് അടച്ച് വേവിക്കാം. 1/2 മുതൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ആദ്യം മസാല ആഡ് ചെയ്ത ഉടനെ ആയതുകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ആ മസാലയുടെ പച്ചമണമൊക്കെ പോകണം. അതോടുകൂടെ നമുക്ക് അതിൻ്റെ ലിഡ് അടച്ചിട്ട് വേവിക്കാം. ലിഡ് തുറന്ന് നോക്കാം. ഇതിൽ ഇത്തിരി വെള്ളം കുറവ് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് ഒരു 80% വേവ് ആവുന്നത് വരെ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. കാരണം മഷ്റൂമിന് പൊതുവെ വേവ് കുറവായതുകൊണ്ട് അതിന് ശേഷം നമ്മൾ അധികം നേരം വേവിക്കേണ്ട കാര്യമില്ല മഷ്റൂം ആഡ് ചെയ്തതിന് ശേഷം. അതുകൊണ്ട് നമ്മുടെ പൊട്ടാറ്റോയുടെ വേവ് മാക്സിമം ആവുന്നവരെ നമ്മൾ വേവിക്കുക. അതായത് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ വെള്ളം കുറവാണെന്നുകൊണ്ട് ഇത്തിരി കൂടെ വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. മഷ്റൂംസ് ഇതുപോലെ 4 അല്ലെങ്കിൽ 2, തീരെ ചെറുതാണെങ്കിൽ 2 പാകത്തിനുള്ള പീസസ് ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ബട്ടൺ മഷ്റൂംസ് ആയതുകൊണ്ട് ഞാൻ 4 പീസോ അല്ലെങ്കിൽ 2 പീസൊക്കെ ആയിട്ടാണ് മുറിച്ചിട്ടുള്ളത്. അത് നമുക്ക് ഈ മസാലക്കൂട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മഷ്റൂമിന് അധികം വേവില്ലാത്തതുകൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് ലിഡ് അടച്ച് മാക്സിമം ഒരു 5 മിനിറ്റൊക്കെ വേവിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ കറി റെഡി ആയിരിക്കും. കൽച്ചട്ടി ആയതുകൊണ്ട് നമ്മൾ പാകത്തിനുള്ള വെള്ളം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒന്ന് നോക്കണം. കാരണം ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിൽ നിന്ന് വെള്ളം വലിഞ്ഞ് കറി തിക്കാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണം. കൽച്ചട്ടിയൊക്കെ യൂസ് ചെയ്ത് പരിചയമുള്ളവർക്ക് ഇതൊക്കെ അറിയുന്നുണ്ടാവും. തുടക്കക്കാർക്ക് ആർക്കെങ്കിലും അറിയില്ലെങ്കിലോ എന്ന് വെച്ചിട്ടാണ് ഞാനിത് പിന്നെ എടുത്തു പറയുന്നത്. നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് അടിയിൽ പിടിക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കറിവേപ്പില ഇട്ടു. കുറച്ച് വെളിച്ചെണ്ണ മേലെ തൂവി കൊടുത്തു. നമ്മുടെ കറി റെഡിയാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ കറി വളരെ ടേസ്റ്റി കൂടിയാണ്. റൈസ് ഐറ്റംസിൻ്റെ കൂടെയും അതുപോലെ ഘീ റൈസ്, പിന്നെ റോട്ടി ഐറ്റംസിൻ്റെ കൂടെയും എല്ലാം ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഷെയർ അമംഗ് യുവർ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. കുറേ ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കുറവാണെന്ന് തോന്നുന്നു. പ്ലീസ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി വെക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോ കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.